അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് ശേഷം മാർവൽ സ്റ്റുഡിയോസ് തുടരെ ഇറക്കിയ എല്ലാ സിനിമകളും ഏകദേശം ഫ്ലോപ്പായിരുന്നു. അതിനകത്ത് കുറച്ചെങ്കിലും പിടിച്ചിരിക്കാൻ പറ്റിയ സീരീസ് ഏതാണെന്ന് വെച്ചാൽ ലോക്കി മാത്രമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ വലിയൊരു ഹൈപ്പോട് കൂടി ഇറങ്ങുന്ന സിനിമയാണ് നോവേ ഹോം. നോവേ ഹോം അവസാനിച്ചിടത്തു നിന്നാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ തുടങ്ങുന്നത്. അതായത് ഈ രണ്ട് സിനിമകളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ എടുത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടൂരമാണ്. അതായത് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് തൊട്ട് ഈ സിനിമയ്ക്ക് ഒരു ഹൈപ്പുണ്ട്. അതായത് ഇയാൾ ഈ ടോം ഹോളണ്ട് ഒരു ടാങ്കിൻ്റെ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അവിടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ ഒന്ന് നോക്കുന്ന ടൈപ്പ് ഒരു ബാക്കിൽ നിന്നുള്ള ഒരു ഷോട്ട്. ആ ഒരു ഒറ്റ ഫോട്ടോ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, അന്ന് തൊട്ട് ഇന്ന് സിനിമ കാണുന്നിടം വരെ അതിങ്ങനെ ആ ഒരു പീക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ആ ഒരു ഹൈപ്പിനൊത്ത് ഡെലിവർ ചെയ്ത ഒരു അടിപൊളി സിനിമയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ. മിഡിൽ ഏജ് ക്രൈസിസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇമോഷണലി കണക്റ്റ് ആവുന്ന കുറേ എലമെൻറ്റ്സ് ഈ സിനിമയിലുണ്ട്. അങ്ങനത്തെ ഒരു കഥ പറച്ചിലാണ്. അതായത് നമ്മുടെ ജീവിതമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളിലൂടെ കയറി ഇറങ്ങി പോകുന്ന ഒരു റോളർ കോസ്റ്റർ റൈഡ് ഓഫ് ഇമോഷൻസ് ആണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. കുറേ നാളായിട്ട് നമുക്ക് മിസ് ചെയ്ത് നമ്മുടെ ആ ഒരു സാവേജ് ഹൾക്കിനെ നമുക്ക് കാണാൻ പറ്റും. പ്രൊഫസർ ഹൾക്ക് അല്ലെങ്കിൽ സ്മാർട്ട് ഹൾക്ക് എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ മുമ്പിലോട്ട് ഹൾക്കിനെ കൊണ്ടുവച്ച് ബോറടിപ്പിച്ച ആ ഒരു പരിപാടി ഇതോടുകൂടി അവസാനിച്ചു എന്ന് വിചാരിക്കുന്നു. സാവേജ് ഹൾക്കിൻ്റെ ചെറിയൊരു ഇടിപ്പരിപാടിയൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഒരു മിനിറ്റ് പോലും സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നാത്ത തരത്തിലുള്ള ഒരു സ്ക്രീൻ പ്ലേയും ഫൈറ്റ് സീക്വൻസസ് ഒക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ പണിഷറിൻ്റെ കഥാപാത്രം, പണിഷർ ആണ് എന്നുണ്ടെങ്കിൽ ഒരു സ്വാഗ് ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ആ പണിഷറിൻ്റെയും സ്പൈഡർമാൻ്റെയും കോമ്പിനേഷനിൽ വരുന്ന കുറച്ച് തമാശയൊക്കെ പറയുന്ന ഒരു ടൈപ്പ് പണിഷറിനെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞാൽ OTTക്കൊന്നും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് ഈ സിനിമയൊന്നും. ഈ സിനിമയൊക്കെ തിയേറ്ററിൽ പോയി തന്നെ ഇരുന്ന് കണ്ട് ആസ്വദിക്കേണ്ട ടൈപ്പ് സിനിമകളാണ്. ഈ സിനിമ ആര് കാണണമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു റീസ്റ്റാർട്ട് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ് എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരാണ് എന്നുണ്ടെങ്കിൽ യു ഷുഡ് വാച്ച് ദിസ് മൂവി. ദാറ്റ് വേ വി ഓൾ ആർ സ്പൈഡർമാൻ. അപ്പോൾ സീ യു അണ്ടിൽ നെക്സ്റ്റ് ടൈം. ബൈ.